ഗൾഫ് കാഴ്ചകളുമായി വീക്കെൻഡ് അറേബ്യ ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനം അവസാനിച്ചിട്ടില്ല. അബുദാബിയിൽ നിന്ന് മടങ്ങിയ മുഖ്യമന്ത്രി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഡിസംബർ 1 വീണ്ടും ദുബൈയിലെത്തും. മുഖ്യമന്ത്രിയുടെ അബുദാബി സന്ദർശനത്തിന്റെ വിശേഷങ്ങളാണ് ആദ്യം. വൻ സ്വീകരണമാണ് അബുദാബിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിച്ചത്. സിറ്റി ഗോൾഫ് ക്ലബിൽ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ ആയിരങ്ങളെത്തി. കുവൈത്തിലെ പര്യടനം പൂർത്തിയാക്കിയാണ് മുഖ്യമന്ത്രി UAE തലസ്ഥാനമായ അബുദാബിയിലേക്ക് പറന്നെത്തിയത്. അൽബത്തീൻ എയർപോർട്ടിൽ വന്നിറങ്ങിയ മുഖ്യമന്ത്രിയെ UAEയിലെ പുതിയ അംബാസഡർ ദീപക് മിത്തൽ, നോർക്ക വൈസ് ചെയർമാൻ MA യൂസഫലി തുടങ്ങിയവർ സ്വീകരിച്ചു. മന്ത്രി സജി ചെറിയാൻ, ചീഫ് സെക്രട്ടറി A ജയതിലക് തുടങ്ങിയവർ മുഖ്യമന്ത്രിക്കൊപ്പം അബുദാബി സന്ദർശനത്തിലുണ്ടായിരുന്നു. അബുദാബി പര്യടനത്തിന്റെ ആദ്യ ദിവസം UAE സഹിഷ്ണുതാകാര്യ മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാനെ കൊട്ടാരത്തിലെത്തി മുഖ്യമന്ത്രി കണ്ടു. അടുത്ത ദിവസമായിരുന്നു അബുദാബി സിറ്റി ഗോൾഫ് ക്ലബിലെ പൊതുപരിപാടി. കേരളപ്പിറവിയുടെ 70ാം വാർഷികത്തിന്റെ ഭാഗമായി ഒരുക്കിയ മലയാളോത്സവമായിരുന്നു ചടങ്ങ്. വർണ്ണാഭമായ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാനും UAE സഹിഷ്ണുതാകാര്യമന്ത്രി ഷെയ്ഖ് നഹ്യാൻ എത്തി. കേരളത്തെയും മലയാളി പ്രവാസികളുടെ വൈദഗ്ധ്യത്തെയും അഭിനന്ദിച്ചാണ് ഷെയ്ഖ് നഹ്യാൻ തന്റെ ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചത്. ഏറ്റവും വിദ്യാഭ്യാസമുള്ള സംസ്ഥാനമെന്ന ഖ്യാതിയുള്ള കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടതിനെ UAE മന്ത്രി അഭിനന്ദിച്ചു. മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്നതാണ് ഇക്കാര്യമെന്നും അദ്ദേഹം പറഞ്ഞു. The people of Kerala have built a remarkable global community, one known for its talent, competence and energy. You have every reason to be proud of your achievements. I applaud your connection to your culture and heritage. And I congratulate you for celebrating both in such a meaningful way. Here today, here in the UAE, the sons and daughters of Kerala from an essential and valued part of our country's global community, coming from the beautiful and socially advanced land of Kerala, the most educated state in India. You have made a unique and a lasting contribution to the prosperity of our nation and the wider Gulf region. 2018 മഹാപ്രളയകാലത്ത് കേരളത്തെ സഹായിക്കാൻ സന്നദ്ധത അറിയിച്ച UAE ഭരണാധികാരികൾക്ക് നന്ദി പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രി പ്രസംഗം ആരംഭിച്ചത്. ആപത്ത് കാലത്ത് ഒപ്പമുണ്ടാവുമെന്ന ഉറപ്പിന് മുഖ്യമന്ത്രി നന്ദി പറഞ്ഞു. നൂറ്റാണ്ടിലെ മഹാപ്രളയം 2018 നമുക്ക് നേരിടേണ്ടി വന്നു. കേരളമെന്ന ആ കൊച്ചുനാട് പൂർണ്ണമായും തകർന്നു പോകുന്നല്ലോ എന്ന് കേരളത്തെ സ്നേഹിക്കുന്ന, കേരളത്തിന് പുറത്തുള്ള പലരും, രാജ്യങ്ങളടക്കം വേദനിച്ചൊരു ഘട്ടം. അങ്ങനെ നാടിനെ തകർക്കുന്ന മഹാപ്രളയം. ആ ഘട്ടത്തിൽ ബഹുമാനായ യൂസഫലി എന്നെ വിളിക്കുകയാണ്. കേരളത്തിന് സഹായം വേണ്ട ഘട്ടമാണത്. അതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഭരണാധികാരി ബഹുമാനായ യൂസഫലിയോട് പറഞ്ഞ കാര്യമാണ് അദ്ദേഹം എന്നെ വിളിച്ചറിയിച്ചത്. അതാണ് ഇവിടെയുള്ള ഭരണാധികാരികളുടെ മനസ്സ്. കേരളത്തെ
സഹായിക്കാനുള്ള സന്നദ്ധത എങ്ങനെ എന്ത് എന്നതൊന്നും ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. എങ്കിലും അത് എക്കാലവും മനസ്സിൽ സൂക്ഷിക്കത്തക്ക ഒന്നാണ്. ഒരു ആപൽ ഘട്ടത്തിൽ ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആപൽ ബാന്ധവം എന്ന നിലക്ക് വരുന്നത് നമുക്കൊരു ഘട്ടത്തിലും മറക്കാൻ കഴിയുന്നില്ല. 2 മണിക്കൂറോളം മലയാളോത്സവത്തെ അഭിസംബോധന ചെയ്ത മുഖ്യമന്ത്രി തുടർഭരണത്തിൽ കേരളത്തിലുണ്ടായ നേട്ടങ്ങൾ എണ്ണിപ്പറയാനാണ് സമയം വിനിയോഗിച്ചത്. നവകേരളം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾക്ക് പ്രവാസികളുടെ പിന്തുണ തേടിയാണ് മുഖ്യമന്ത്രി സംസാരം അവസാനിപ്പിച്ചത്. സന്ദർശനത്തിന്റെ 3-ാം ദിവസം അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് അൽ നഹിയാനുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. കേരളവും UAE-യും തമ്മിലെ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ചായിരുന്നു ചർച്ചകൾ. നാട്ടിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് UAE വിദേശ വ്യാപാര മന്ത്രി ഥാനി ബിൻ അഹമ്മദ് അൽ സയ്യൂദിയുമായും പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പടിവാതിക്കലെത്തി നിൽക്കെ മുഖ്യമന്ത്രി നടത്തുന്ന ഗൾഫ് പര്യടനം തുടരുകയാണ്. ഡിസംബറിൽ ദുബൈയിലും മുഖ്യമന്ത്രിക്ക് വിപുലമായ സ്വീകരണ പരിപാടികൾ ഒരുങ്ങുന്നുണ്ട്.